വന്നിരിക്കുന്നത് HPCL നിന്നാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിൽ നിന്നാണ് 2026 പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. സോ വിളിച്ചിരിക്കുന്ന പോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഓഫീസേഴ്സ് എന്ന് പറയുന്ന തസ്തികയിലേക്കാണ് പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ധാരാളം വേക്കൻസികളാണ് വന്നിരിക്കുന്നത്. സോ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് നോക്കുകയാണെങ്കിൽ 25 ഫെബ്രുവരി 2026 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് നോക്കുക 25 മാർച്ച് 2026 ക്ലോസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എക്സാം മെയ് തന്നെ അവർ കണ്ടക്ട് ചെയ്യുന്നു നോട്ടിഫിക്കേഷൻ പറയുന്നുണ്ട്. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്ന ഫ്രഷേഴ്സിനുള്ള എന്തൊക്കെ പൊസിഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളതെന്നാണ്. സോ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ജൂനിയർ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന തസ്തികയിലേക്കാണ്. സോ ഇവിടെ 10 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. 25 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. മാക്സിമം ഇതിലും 25 വയസ്സാണെന്ന് ഓർത്തിരിക്കുക. സോ 3 വർഷത്തെ ഫുൾ ടൈം റെഗുലർ ഗ്രാജുവേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. എക്സെപ്റ്റ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ UG PG മെഡിസിൻ എന്നും പറയുന്നുണ്ട്. രണ്ടാമത് വിളിച്ചിരിക്കുന്നത് ജൂനിയർ എക്സിക്യൂട്ടീവ് സിവിലിലേക്കാണ്. 19 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. 25 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 3 വർഷത്തെ റെഗുലർ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ടായിരിക്കണം. അടുത്ത് വിളിച്ചിരിക്കുന്നത് ജൂനിയർ എക്സിക്യൂട്ടീവ് മെക്കാനിക്കലേക്കാണ്. 207 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. 25 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. സോ 3 വർഷത്തെ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ. അടുത്ത ജൂനിയർ എക്സിക്യൂട്ടീവ് ഇലക്ട്രിക്കലേക്കാണ്. 117 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. 25 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. സോ ഇതെന്ന് പറയുന്നത് 3 വർഷത്തെ ഡിപ്ലോമ ഉണ്ടായിരിക്കണം ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ. അടുത്ത് വിളിച്ചിരിക്കുന്നത് ജൂനിയർ എക്സിക്യൂട്ടീവ് കെമിക്കലിലേക്കാണ്. 27 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. 25 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 3 വർഷത്തെ ഡിപ്ലോമ ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ്. അടുത്ത ജൂനിയർ എക്സിക്യൂട്ടീവ് ക്വാളിറ്റി കൺട്രോളിലേക്കാണ്. 12 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. 25 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 3 വർഷത്തെ റെഗുലർ ഗ്രാജുവേഷൻ കെമിസ്ട്രി അല്ലെങ്കിൽ BSc കെമിസ്ട്രി ഉണ്ടായിരിക്കണം. പിന്നെ ജൂനിയർ എക്സിക്യൂട്ടീവ് HR-ലേക്കാണ്. 5 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. 25 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 3 വർഷത്തെ റെഗുലർ ഉണ്ടായിരിക്കണം. BBA അല്ലെങ്കിൽ BBA ഹോണേഴ്സ് അല്ലെങ്കിൽ BMS വിത്ത് HR സ്പെഷ്യലൈസേഷൻ. നെക്സ്റ്റ് വിളിച്ചിരിക്കുന്നത് ജൂനിയർ എക്സിക്യൂട്ടീവ് ഫയർ ആൻഡ് സേഫ്റ്റിയിലേക്കാണ്. 16 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. 25 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. സോ ഇനി സയൻസ് ഗ്രാജുവേറ്റ് പ്ലസ് നിങ്ങൾക്ക് ഡിപ്ലോമ ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി വിത്ത് വാലിഡ് ഹെവി വെഹിക്കിൾ ഡ്രൈവ് ലൈസൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. സോ പിന്നീട് വിളിച്ചിരിക്കുന്ന മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലേക്കാണ്. 22 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. 25 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ വേണ്ടത് 4 വർഷത്തെ BA അല്ലെങ്കിൽ BTech ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഉണ്ടായിരിക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നീട് വിളിച്ചിരിക്കുന്ന ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലേക്കാണ്. 37 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. 25 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. BA അല്ലെങ്കിൽ BTech ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പിന്നീട് വിളിച്ചിരിക്കുന്ന സിവിൽ എഞ്ചിനീയറിംഗിലേക്കാണ്. സോ 17 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 25 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. BA BTech ഇൻ സിവിൽ എഞ്ചിനീയറിംഗിൽ. അടുത്ത കെമിക്കൽ എഞ്ചിനീയറിംഗിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. 15 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. 25 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. BA BTech ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗിൽ. പിന്നീട് വിളിച്ചിരിക്കുന്ന ഓഫീസർ ഫിനാൻസ് CAയിലേക്കാണ്. സോ ഇവിടെ 30 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. 27 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഓർത്തിരിക്കുക 27 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ക്വാളിഫൈഡ് CA ക്വാളിഫൈ ചെയ്തിരിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കയ്യിൽ ഒരു ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നീട് വിളിച്ചിരിക്കുന്ന ഓഫീസർ ഫിനാൻസ് CMA ആണ്. CMA 27 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 4 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. സോ ഇവിടെയും CMA ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ 3 വർഷത്തെ ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണമെന്നും പറയുന്നുണ്ട്. പിന്നീട് ചെയ്യുന്ന ഓഫീസർ ഫിനാൻസ് MBAയിലേക്കാണ്. 4 വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 27 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 2 വർഷത്തെ മാസ്റ്റേഴ്സ് ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അതായത് MBA ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ MBA നിങ്ങൾ ഫിനാൻസിൽ എടുത്തിരിക്കണം. അതോടൊപ്പം തന്നെ റെഗുലറായിട്ടൊരു ഗ്രാജുവേഷനും കയ്യിലുണ്ടായിരിക്കണം. പിന്നീട് വിളിച്ചിരിക്കുന്ന ഓഫീസർ HR-ലേക്കാണ്. സോ അവിടെ 6 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. 27 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ ക്വാളിഫിക്കേഷൻ 2 വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി ഉള്ളവർക്കും ഇക്വലന്റ് ഇൻ HR അല്ലെങ്കിൽ പേഴ്സണൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റിലേഷൻ അല്ലെങ്കിൽ സൈക്കോളജി ഓർ മാസ്റ്റേഴ്സ് ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ MBA ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. നോർത്തിരിക്കുക. പിന്നീട് വിളിച്ചിരിക്കുന്ന ഓഫീസർ IS-ലേക്കാണ്. സോ ഇത് വന്നിരിക്കുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി ബേസിസിലാണ്. സോ 20 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. 25 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ BA BTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. സോ ഓർത്തിരിക്കുക ഇവിടെ BA BTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഉണ്ടായിരുന്ന നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മാസ്റ്റേഴ്സ് എടുത്തവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഓർത്തിരിക്കുക. സോ ഇത്രയാണ് ഫ്രഷേഴ്സിന് വന്നിരിക്കുന്ന വേക്കൻസി. സോ നമ്മൾ ഫ്രഷേഴ്സിൻ്റെ വേക്കൻസിയാണ് നോക്കുന്നത്. ഇതിൻ്റെ എക്സ്പീരിയൻസ്ഡ് വേക്കൻസി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. സോ ഇതിൻ്റെ ബാക്കി സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയാണെന്നൊക്കെ ജസ്റ്റ് നോക്കാം. സോ സെലക്ഷൻ പ്രൊസീജിയർ ഷോർട്ട് ലിസ്റ്റിംഗ് നോക്കാം. ആദ്യം നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾ എങ്ങനെയാണ് സെലക്ഷൻ എന്ന് പറയുന്നത് CBT ബേസ്ഡ് എക്സാം ഉണ്ടായിരിക്കും. റിട്ടേൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതായിരിക്കും. പിന്നീട് ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഏതൊക്കെയാണ് നിങ്ങളിപ്പോൾ സ്കിൽ ബേസിസിലാണെങ്കിൽ ടൈപ്പിംഗ് ടെസ്റ്റ് ഒക്കെ ഉണ്ടായിരിക്കും. പിന്നീട് ഗ്രൂപ്പ് ടാസ്ക്, പിന്നെ സൈക്കോമെട്രി അസസ്മെൻറ്റ്, സ്കിൽ ടെസ്റ്റ്, മൂട്ട് കോട്ട്, പേഴ്സണൽ, അതുപോലെ ടെക്നിക്കൽ ഇൻ്റർവ്യൂ, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആപ്ലിക്കബിൾ ആണെങ്കിൽ അതും ഉണ്ടായിരിക്കും എന്നും പറയുന്നുണ്ട്. സോ CBT ബേസ്ഡ് എക്സാം ഉണ്ടായിരിക്കും. അതിൽ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. പിന്നെ ടെക്നിക്കൽ നിങ്ങൾ ഏതാണോ സ്ട്രീം സെലക്ട് ചെയ്യുന്ന അതിനെ ബേസ് ചെയ്തിട്ടുള്ള ടെക്നിക്കൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ നോളജ് ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും. സോ CBT ബേസ്ഡ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് പറയുന്നുണ്ട് മെയ് 3 CBT ബേസ്ഡ് എക്സാം കണ്ടക്ട് ചെയ്യുന്നതെന്ന് അവർ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇനി ഇതിൻ്റെ സാലറീസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നോക്കുക. ഇനി നിങ്ങൾക്ക് ഇവിടെ ഒരു സർവീസ് ബോണ്ട് ഉണ്ടായിരിക്കും. ജനറൽ കാൻഡിഡേറ്റിനായി 3 ലക്ഷമാണ് സർവീസ് ബോണ്ട് എന്ന് പറയുന്നത്. സോ ഇനി SC ST OBC PWD കാൻഡിഡേറ്റിനൊക്കെ ആണെങ്കിൽ 50,000 ആയിരിക്കും നിങ്ങൾക്ക് സർവീസ് ബോണ്ട് എന്ന് ഓർത്തിരിക്കുക. അത് ജസ്റ്റ് നിങ്ങൾ നോക്കുക. പിന്നീട് വേണ്ടത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും. പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റിനെ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അവർക്ക് അപ്പോയിൻറ്റ് ചെയ്യാമെന്നും പറയുന്നുണ്ട്. സോ അത് ജസ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കും. ഇനി നിങ്ങൾക്ക് നോക്കാനുള്ളത് എക്സാമിനേഷൻ ഫീസാണ്. സോ എക്സാമിനേഷൻ ഫീസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ അതെങ്ങനെയാണെന്ന് നോക്കാം. സോ SC ST PWD കാൻഡിഡേറ്റിന് എക്സാമിനേഷൻ ഫീസ് ഇല്ല എന്ന് ഓർത്തിരിക്കുക. ഇനി ജനറൽ OBC PWC കാൻഡിഡേറ്റിന് എക്സാമിനേഷൻ ഫീ ആയിട്ട് വരുന്ന ആപ്ലിക്കേഷൻ ഫീ 1000 രൂപ പ്ലസ് GST 18% എന്ന് പറയുമ്പോൾ 150 വരും. അങ്ങനെ ടോട്ടൽ 1180 രൂപയാണ് നിങ്ങൾക്ക് എക്സാമിനേഷൻ ഫീസ് എന്ന് ഓർത്തിരിക്കാം. ഇനി ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് 25 ഫെബ്രുവരി 2026, ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് 25
മാർച്ച് 2026 ഓർത്തിരിക്കാം. സോ ഇപ്പം നമ്മളിപ്പോൾ നോക്കിയത് ഫ്രഷേഴ്സിൻ്റെ മാത്രമാണ്. സോ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പോസ്റ്റുകളും ഉണ്ട്. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോ പറയുന്നതായിരിക്കും. അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരെല്ലാം അപ്ലൈ ചെയ്യുക ഫ്രഷേഴ്സിലേക്ക്. താങ്ക് യു.